ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ ആ സാധനം പെറുക്കാൻ പോവാ കേട്ടോ. പെറുക്കാൻ പോകുന്നത് ഇതൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നു. ഇനിയുണ്ട്. ഇതാണ് ഞാൻ പെറുക്കിയെടുത്തത്. ഇതുകൊണ്ട് ചമ്മന്തി എടുക്കണം. ഹലോ, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണ്ണിമാങ്ങ കൊണ്ട് ചമ്മന്തിയാണ് കേട്ടോ. നമ്മുടെ പലതരം ചമ്മന്തി ഉണ്ടല്ലോ, തേങ്ങ കൊണ്ടുണ്ട്, അല്ലാതെ തേങ്ങ ചുട്ട് ചമ്മന്തിയുണ്ട്, അങ്ങനെ ഓരോ ചമ്മന്തി ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഈ കണ്ണിമാങ്ങ കൊണ്ട് ഒരു ചമ്മന്തി. മാങ്ങ ചമ്മന്തി പോലെ അല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ണിമാങ്ങയുടെ ചമ്മന്തിക്ക്. അതിന് വേണ്ടിയിട്ട് കണ്ണിമാങ്ങ, ഉള്ളി, തേങ്ങ, പച്ചമുളക്, കാന്താരി മുളകാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ എൻ്റെ ഈ കാന്താരി മുളക് ഇല്ല, ഇന്നലെയൊക്കെ എടുത്തതുകൊണ്ട് തീർന്നു പോയി. ഇത് പച്ചമുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ. പച്ചമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ വേണം. ഇനി കണ്ണിമാങ്ങ ഞാൻ ഇതും അതുപടി ഇടരുത്, ഇതിനകത്തു നിന്നുള്ള പരിപ്പെടുത്ത് ദൂരെ കളയണം. മാങ്ങയുടെ മുറിക്കുക, ഈ പരിപ്പുണ്ടല്ലോ ഇതെടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ ഈ പരിപ്പെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേണം നമ്മൾ മാങ്ങ എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതെല്ലാം പൊളന്നെടുക്കട്ടെ കേട്ടോ. കണ്ണിമാങ്ങയുടെ അച്ചാറൊക്കെ ഉണ്ടാക്കാറില്ലേ, അതിനേക്കാളും ഒക്കെ ടേസ്റ്റാണ് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ. വേറെ ഒന്നും തന്നെ ചോറിന് കൂട്ടാൻ വേണ്ട, ഈ ഒരു ചമ്മന്തി മാത്രം മതി. ശകലം തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാനിതൊന്നും എല്ലാം നുറുക്കിയെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാവേ. അതെല്ലാം പൊളന്നെടുത്തിട്ട് ഒന്നുകൂടെ ഞാൻ കഴുകിയെടുത്തു കേട്ടോ. നന്നായിട്ട് മീൻ താരത്തിന് ഞാനിട്ടു. ഇതാണ് നമ്മുടെ മീൻ താരം. തേങ്ങ ഇട്ടു, മാങ്ങ ഇട്ടു, ഉള്ളി ഇട്ടു, മുളകിട്ടു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്വാദിന് വേണ്ടിയിട്ട്, പിന്നെ സാധനങ്ങളുടെ സ്വാദെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ്, ഉപ്പ് കൂടെ ഇട്ടു. ഇനി ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. ചമ്മന്തി അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നു കേട്ടോ. ഞാൻ പാത്രത്തിലേക്ക് ആക്കുവാണേ. നല്ല അടിപൊളി ചമ്മന്തിയാണ്. ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. മറ്റുള്ള ചമ്മന്തികളെക്കാളും ടേസ്റ്റാണ് ഈ ചമ്മന്തിക്ക്. കണ്ണിമാങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാന്താരി മുളക് വേണേ ചേർക്കാനായിട്ട്. ഞാൻ ഇതിനകത്ത് പച്ചമുളകാണ് ചേർത്തത്. കാന്താരി മുളകാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അടിപൊളി ചമ്മന്തി റെഡിയായി. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബൈ.